നമസ്തേ. അമ്മേ നാരായണ. ഓം നമശിവായ അല്ലെങ്കിൽ നമശിവായ എന്ന പഞ്ചാക്ഷരത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം എല്ലാ ദോഷങ്ങളും പഞ്ചമപാപങ്ങളും നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും തീർത്ത് നമുക്ക് മോക്ഷം കിട്ടുന്നതിന്, നമ്മളുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതിന് ഒരുപാട് മന്ത്രങ്ങളൊന്നും ജപിക്കാൻ അറിയില്ലെങ്കിൽ ദിവസവും ഓം നമശിവായ എന്നോ നമശിവായ 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 പാഹിമ നമശിവായ പാർവതീശ പാപനാശനാഹരേ ദിവസവും ശിവഭഗവാനെയും പാർവതി ദേവിയെയും പ്രാർത്ഥിച്ചുകൊണ്ട് നമശിവായ ജപിച്ചാൽ സർവ പാപങ്ങളും തീരും. അതിന് എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയുന്നവർ എല്ലാ വീട്ടിലും ശിവഭഗവാന്റെ, ശിവനും പാർവതിയും ഗണപതിയും സുബ്രഹ്മണ്യ സ്വാമിയും കൂടി ഇരിക്കുന്ന ശിവകുടുംബത്തിൻ്റെ ചിത്രം വെച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയുമെങ്കിൽ പോയി അവിടെ ജലധാരയോ പിൻവിളക്കിൽ എണ്ണയോ കൂവളമാലയോ ഇഷ്ടമുള്ള വഴിപാടുകൾ കഴിക്കാം. ഇല്ല, ഇതൊന്നും പറ്റാത്തവർ വീട്ടിൽ ശിവഭഗവാന്റെ, ശിവകുടുംബത്തിൻ്റെ ഏറ്റവും ത്രിമൂർത്തികളിൽ, ത്രിദേവിമാരിൽ കുടുംബജീവിതമുള്ളത് ശിവഭഗവാനും പാർവതീ ദേവിക്കുമാണ്. ശിവഭഗവാനും പാർവതീ ദേവിയും ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യ സ്വാമിയും കൂടിയുള്ള ചിത്രം വീട്ടിൽ വെച്ചുകൊണ്ട് ദിവസവും പ്രാർത്ഥന ചെയ്താൽ പോലും എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് നിലനിന്ന് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ശിവഭഗവാന്റെ മഹാത്മ്യം പറയാനൊന്നും കഴിയില്ല. കാരണം എന്താ വെച്ചാൽ സൂര്യഭഗവാന്റെ കാരകത്വമാണ്. ജ്യോതിഷം അറിയുന്ന, ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ശിവഭഗവാനെ അച്ഛനായിട്ടും അമ്മയെ, പാർവതീ ദേവിയെ അമ്മയായിട്ട് കാണുന്നത്. എല്ലാ തടസ്സങ്ങളും മാറ്റുന്ന ഗണപതിയെ മംഗളമൂർത്തിയായിട്ടും സുബ്രഹ്മണ്യ സ്വാമിയെ സർവ്വസൈന്യാധിപനായിട്ട് എല്ലാ കഷ്ടതകളും മാറ്റുന്ന, നമ്മൾക്ക് എപ്പോഴും കടങ്ങളൊക്കെ വീട്ടിൽ തരുന്ന, പെട്ടെന്ന് വിളിച്ചാൽ വെളുക്കർത്ത് വരുന്ന ആണ്ടവരും ചേരുന്ന ആ സകുടുംബത്തിൻ്റെ ചിത്രം വീട്ടിൽ വയ്ക്കൂ. എപ്പോഴും ഓം ഹ്രീം ആനന്ദേശ്വരായ നമ എന്നോ ഓം നമശിവായ എന്നോ ഓം ഹ്രീം നമശിവായ എന്നോ പറ്റുന്നത്രയും പ്രാവശ്യം നമ്മൾ ജപിക്കൂ. എല്ലാ ഐശ്വര്യവും നമുക്ക് തരും. ഈ 4 പേരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ കീർത്തനം ആലപിച്ചുകൊണ്ട് നമുക്ക് ഇത് നിർത്താം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശിവഭഗവാനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് കൈലാസനാഥനാണ്. അപ്പൊ ആ കൈലാസത്തിൽ വാഴുന്ന കൈലാസ പർവ്വതേ വാഴുന്നോരീശ്വര ദേവാദിദേവന്റെ പുത്ര നമോസ്തുതേ. കൈലാസപർവ്വതത്തിൽ വാഴുന്ന മഹാദേവന്റെയും പാർവതിദേവിയുടെയും പുത്രനായ ഗണപതി ഭഗവാനെ സ്തുതിച്ചു. എന്ന് കഴിഞ്ഞിട്ടോ നമ്മൾ ഭഗവാനിലേക്ക് വരികയാണ്. ഭഗവാന്റെ വരികൾ ഒരുപാടുണ്ട്. അപ്പൊ ഭഗവാനെ നമുക്ക് സ്തുതിക്കാൻ നമശിവായയിൽ തന്നെ നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമശിവായ മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമദനാഥ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹുപുഷ്പ സുപൂജിതായ തസ്മൈ മകാരായ നമശിവായ ശിവായ ഗൗരി വദനാബ്ജവൃന്ദ സൂര്യായ ദക്ഷാദ്വരനാശകായ ശ്രീനീലഖണ്ഡായ വൃഷധ്വജായ തസ്മൈ ശികാരായ നമശിവായ വസിഷ്ഠ കുംഭോദ്ഭവ ഗൗതമാദി മുനീന്ദ്ര ദേവാർച്ചിത ശേഖരായ ചന്ദ്രാർക്കവൈശ്യ നരലോചനായ തസ്മൈ വകാരായ നമശിവായ യജ്ഞസ്വരൂപായ ജടാധരായ പിനാകഹസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈ യകാരായ നമശിവായ പഞ്ചാക്ഷരമിദം പുണ്യം യ പഠേ ശിവസന്നിധോ ശിവലോകമവാപ്നോതി
ശിവേന സഹമോദതേ. അപ്പം ശിവഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ നമശിവായ എന്ന 5 അക്ഷരം വരുന്ന ഈ നാമം ഒന്ന് ചൊല്ലിയിട്ട് നമശിവായ ജപിക്കൂ. എല്ലാ മംഗളങ്ങളും ഉണ്ടാവും. അമ്മയെ സ്തുതിച്ചുകൊണ്ട് ശിവഭഗവാന്റെ അർത്ഥാഗിനിയായ പാർവതി ദേവിയെ കുറിച്ചുകൊണ്ട് കാശിയിലിരിക്കുന്ന അന്നപൂർണേശ്വരി ദേവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ അന്നദാതാവായ അമ്മയെ മനസ്സിൽ കണ്ടുകൊണ്ട് അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാന വൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ജ പാർവതി. മാതാ ജ പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര ബാന്ധവ ശിവഭക്ത ച സ്വദേശോ ഭുവനത്രയം. അമ്മ അന്നദാതാവായ അമ്മയെ സ്തുതിച്ചു. അവസാനമായിട്ട് ആണ്ടവനെ കൂടി ഒന്ന് സ്തുതിച്ചുകൊണ്ട് ആ ശിവകുടുംബത്തെ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് ഷടാനനം കുങ്കുമ രക്തവർണം മഹാമതിൻ ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനം സുരസൈന്യനാദം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ധർമ്മശാസ്താവും ആഞ്ജനേയ സ്വാമിയും ഒക്കെ ഉണ്ട്. നന്ദിയും കൂടി ചേരുമ്പോഴാണ് എല്ലാം പൂർത്തിയാകുന്നത്. എല്ലാവരെയും മനസ്സിൽ കണ്ട് ശിവകുടുംബത്തിൻ്റെ ചിത്രം മനസ്സിൽ വീട്ടിൽ വെച്ചുകൊണ്ട് എല്ലാവരും ഓം ഹ്രീം നമശിവായ എന്നോ ഓം ആനന്ദേശ്വര ഓം ഹ്രീം ആനന്ദേശ്വരായ നമോ എന്നോ ജപിച്ച് സകല ദോഷങ്ങളും തീർക്കൂ. നന്ദി, നമസ്കാരം.